മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പോര് ഡാഷ് മോനെ രേവന്തേ മറുപടി വരുന്നുണ്ട് എന്ന മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും രേവന്ത് റെഡ്ഡി രംഗത്ത് വരികയാണ്. ബൈ ബൈ പിണറായി എന്ന മുദ്രാവാക്യമാണ് രേവന്ത് റെഡ്ഡി മുഴക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മോദിയാണ് പിണറായി വിജയൻ എന്ന പരിഹാസം കൂടി രേവന്ത് റെഡ്ഡിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. Thiruvananthapuram Modi. That is why I have told Nipo Modi Teresa. I have told Nipo Modi Pinarayi Vijayan. Now he has got frustration. So that is why Mr. Pinarayi Vijayan ji, with respect, with regard, I am telling you, your time is over. Yes. Your date is over. Bye bye Pinarayi. 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 Sound has to reach Pinarayi Vijayan, okay? Louder, louder. Bye bye Pinarayi. 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 ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് രേവന്ത് മുദ്രാവാക്യം വിളിപ്പിക്കുന്നു. മാത്രവുമല്ല വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുക. തിരുവനന്തപുരം മോദി എന്ന പേര് കൂടി ആഡ് ചെയ്യുകയാണ് രേവന്ത്. രഘുനാഥ് നാരായണൻ നമുക്കിപ്പം വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. രഘു, ആ ഔദ്യോഗിക കത്തിലുള്ള ആ പരാമർശത്തിന് അതിന് മുഖ്യമന്ത്രി തന്നെ കണ്ണൂരിൽ വെച്ച് വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ മറുപടി അതേ ഭാഷയിൽ അല്ലെങ്കിൽ അല്പം കടന്ന ഭാഷയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ രേവന്ത് റെഡ്ഡി പിറകോട്ടില്ല. ഇല്ല ആര്യ, അങ്ങനെ തന്നെ വേണം കരുതാൻ. മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥി മുത്താര രാജിന്റെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് രേവന്ത് റെഡ്ഡി മറുപടി നൽകിയത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അദ്ദേഹത്തിന് ബൈ ബൈ പറയുകയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് LDF സർക്കാർ ഇവിടെ അവസാനിക്കാൻ പോകുന്നു, LDF സർക്കാർ ഈ തിരഞ്ഞെടുപ്പിൽ പുറത്താകും, UDF സർക്കാർ അധികാരത്തിൽ വരും എന്നു മാത്രവുമല്ല, പ്രജീഷ് പറഞ്ഞതുപോലെ ഗുരുതരമായൊരു മറ്റൊരു ആരോപണം കൂടി സാധാരണ നിലയിൽ മുണ്ടെടുത്ത പിണറായി എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആക്ഷേപിക്കാറുണ്ട്. പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മോദിയോട് പിണറായി വിജയനെ ഉപമിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം മോദി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെ. അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന, രേവന്ത് റെഡ്ഡി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പിൽ BJPയുമായിട്ടൊക്കെ ഡീലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ദീർഘനാൾ, അതായത് രേവന്ത് റെഡ്ഡി കഴിഞ്ഞ കുറച്ചധികം ദിവസമായി പല ഘട്ടങ്ങളിലായി സംസ്ഥാനത്ത് പ്രചാരണത്തിനെത്തുന്നുണ്ട്. സംസ്ഥാനത്തുടനീളം രേവന്ത് റെഡ്ഡി പല മണ്ഡലങ്ങളിലും എത്തിയിട്ടുമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ CPM-ഉം LDF-ഉം ഒപ്പം തന്നെ BJPയുമായിട്ട് ഡീലുണ്ട് എന്നുള്ളൊരു ആരോപണം കൂടി മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുകയാണ്. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഈ പറഞ്ഞതുപോലെ ആദ്യം ഔദ്യോഗികമായ ഒരു കത്തിന്റെ അവസാന പേജിലാണ് നീ പോ മോനെ വിജയ എന്ന് ആ സിനിമയിൽ നിന്ന് കടമെടുത്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കത്തിൽ, ഔദ്യോഗികമായ ഒരു കത്തിലാണ് രേവന്ത് റെഡ്ഡി ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ മറ്റൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് അയച്ച ആ കത്തിലാണ് ആ പരാമർശം ഉണ്ടായത്. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി നൽകിയ മറുപടി കൂടി കേൾക്കാം. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാള് സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികൾ, നമ്മൾ മര്യാദകൾ എന്നൊക്കെ പറയണം, അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ചേർന്ന രീതിയിലാണോ അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടൽ വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ സ്വയമേവ ചിന്തിക്കട്ടെ. ഏതായാലും അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ പരസ്യമായി തന്നെ മറുപടി പറയാൻ പോകുന്നുണ്ട്. ആ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനത് വിശദമായിട്ട് പറയുന്നില്ല, അത് പറഞ്ഞാൽ കുറേ വിശദമായിട്ട് പോകണമെന്നുള്ളത് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ.